വ്യത്യസ്ത രോഗലക്ഷണങ്ങളോടെ പകർച്ചപ്പനി വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അലർജി ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങളുമായി എത്തുന്നവരുടെ സാമ്പിൾ ശേഖരണം വൈകാതെ നടത്തണമെന്ന് ആരോഗ്യ പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. ഒരാൾക്ക് തുടർച്ചയായി പനി പിടിപെടുന്ന സാഹചര്യം ആശങ്കപ്പെടുത്തുന്നുവെന്നും ആരോഗ്യ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രശ്മി കാർത്തിക വിവരങ്ങൾ നൽകി. രശ്മി, ഈ ആരോഗ്യരംഗത്ത് പനി സാധാരണഗതിയിൽ ഉണ്ടാകാനുള്ള സാധ്യത, പക്ഷേ അലർജി ഉണ്ടാവുക, അത് മാത്രമല്ല ഒരാൾക്ക് തന്നെ അടിക്കടി പനി വന്നുകൊണ്ടിരിക്കുക, ഇതൊക്കെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാരണം നമുക്കൊരു കോവിഡ് വന്ന് പോയതിനു ശേഷം ഏത് തരത്തിലുള്ള പനിയാണ് എന്താണ് എന്നുള്ളത് വലിയ ആശങ്കയാണ്. ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ വ്യക്തതയോ വരുത്തിയിട്ടുണ്ടോ? ഈ കൊറോണയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു പനിവ്യാപനം ശ്രദ്ധയിൽപ്പെടുന്നത്. സംസ്ഥാനത്ത് വ്യാപകമായി പകർച്ചപ്പനി ബാധിക്കുന്നുണ്ട്. അത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചില രോഗലക്ഷണങ്ങളോടുകൂടിയാണ് രോഗികൾ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുന്നത്. ഈ പനിക്ക് പുറമെ ശരീരത്ത് ചില അലർജി പോലുള്ള ലക്ഷണങ്ങൾ പ്രകടമായി ആശുപത്രിയിൽ എത്തുന്നവരുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാരിൽ നിന്നുൾപ്പെടെ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. മാത്രമല്ല, ഒരാൾക്ക് പനി ബാധിച്ച് ആ പനി ഭേദമായതിനു ശേഷം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഇടവിട്ട് വീണ്ടും അതേ വ്യക്തിക്ക് തന്നെ പനി വരുന്നു, വീണ്ടും അയാൾക്ക് തുടർച്ചയായി പനി വരുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം യുവാക്കളിലടക്കം ഈ പനി മരണം അതും വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഈ പനിക്കണക്കുകൾ പ്രതിദിനം പ്രസിദ്ധീകരിക്കാറുണ്ട്. DHSന്റെ വെബ്സൈറ്റിലാണ് അത് പ്രസിദ്ധീകരിക്കുക. അത് പ്രതിദിനം ഏതാണ്ട് നമുക്ക് ഒരു സർക്കാർ ആശുപത്രികളിലെയും കണക്ക് എടുക്കുകയാണെങ്കിൽ അതൊരു 12,000-ന് മുകളിലേക്ക് പ്രതിദിന കണക്ക് വരും. പക്ഷേ ഈ ആരോഗ്യവകുപ്പ് പ്രസിദ്ധീകരിക്കുന്നത് ഏതാണ്ട് 8,000-ഓളം ആളുകൾക്ക് മാത്രം പ്രതിദിനം പനി ബാധിക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായ കണക്കുകൾ ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്നില്ല. മാത്രമല്ല, തുടർച്ചയായ ദിവസങ്ങളിൽ ഈ കണക്കുകൾ പ്രസിദ്ധീകരിക്കാതെ ഒരു 4-5 ദിവസത്തിന് ശേഷമാണ് കണക്കുകൾ പ്രസിദ്ധീകരിക്കുക. പിന്നീട് ശനി, ഞായർ, മറ്റ് അവധി ദിവസങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായ കണക്കുകളൊന്നും തന്നെ പ്രസിദ്ധീകരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ അനൌദ്യോഗികമായി നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരു ആശങ്ക പടർത്തേണ്ടതില്ല എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ആ പനിക്കണക്ക് കുറച്ചു കാട്ടുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. ഏതായാലും വലിയ രീതിയിൽ പകർച്ചപ്പനി വ്യാപിക്കുന്നുണ്ട്. അതും പ്രത്യേക രോഗലക്ഷണങ്ങളോടൊക്കെ വ്യാപിക്കുന്നത് വലിയ ആശങ്കയാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ വ്യത്യസ്ത രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ എത്തുന്നവർ, തുടർച്ചയായി പനി ബാധിച്ച് എത്തുന്നവർ, ഒരു കൃത്യമായ ഇടവേളയിൽ പനി ബാധിച്ച് എത്തുന്നവർ, ഇവരുടെയൊക്കെ ബ്ലഡ് സാമ്പിൾ എടുത്ത് കൃത്യമായ ഒരു പരിശോധന നടത്തണം. അതിനുവേണ്ടി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കണം എന്നുള്ളതാണ് ഉയരുന്നൊരാവശ്യം. നേരത്തെ തന്നെ വിദഗ്ധ സമിതി പകർച്ചപ്പനി വ്യാപനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് ഇത്തരത്തിൽ പകർച്ചപ്പനി വ്യാപിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടൊരു പഠനം നടത്തുമെന്നുള്ളത് ആരോഗ്യവകുപ്പ് നേരത്തെ അറിയിച്ചിരുന്ന ഒരു കാര്യമാണ്. അതിനായി വിദഗ്ധർ അടങ്ങുന്ന ഒരു സമിതിയെ രൂപീകരിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അത് വെറും പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി. അത്തരത്തിലുള്ള ഒരു പരിശോധനകളോ പഠനങ്ങളോ സമിതിയെ രൂപീകരിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അടിയന്തരമായി അത്തരത്തിലുള്ള ഒരു പഠനത്തിലേക്ക് കടക്കണം എന്നുള്ളതാണ്. ഈ മഴക്കാലത്തിന് മുന്നോടിയായി സംസ്ഥാനത്ത് ഈ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ, കൊതുക് നശീകരണ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി നടത്തേണ്ടതുണ്ട്. പക്ഷെ സംസ്ഥാനത്ത് അതൊന്നും തന്നെ നടത്തിയിട്ടില്ല. ഈ നഗരസഭയ്ക്കാണെങ്കിലും തദ്ദേശ വകുപ്പിനാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് ലഭ്യമാക്കിയിട്ടില്ല. പണമില്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടില്ല. അതാണ് വ്യാപകമായി ഇത്തരത്തിൽ പകർച്ചപ്പനികൾ പടർന്നു പിടിക്കുന്നതിനുള്ള കാരണം. അതിൽ ഏറ്റവും കൂടുതലായി വ്യാപിക്കുന്നത് ഡെങ്കിപ്പനിയാണ്. ഒരു ദിവസം തന്നെ 100-ലധികം ആളുകളാണ് ഡെങ്കി ലക്ഷണങ്ങളോടെ ചികിത്സ തേടുന്നത്. അതിൽ പകുതി പേർക്കും ഈ ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുന്നുമുണ്ട്. മരണനിരക്കും വർദ്ധിച്ചു വരികയാണ്. പക്ഷേ ഇതിന്റെ കണക്കുകളൊന്നും തന്നെ കൃത്യമായി ആരോഗ്യവകുപ്പ് പ്രസിദ്ധീകരിക്കുന്നില്ല. ഏതായാലും ഈ വിഷയത്തിലൊരു അടിയന്തരമായ ഇടപെടൽ വേണം എന്നുള്ളതാണ് ഉയരുന്ന ആവശ്യം. വേണം.